കാലവർഷം കനത്തതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. കാസർഗോഡ് അജാനൂർ കടപ്പുറത്തെ നിരവധി കുടുംബങ്ങളാണ് കടലാക്രമണം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായത്. കടൽ ഭിത്തി തകർന്നതോടെ ഈ മേഖലയിലെ കുടുംബങ്ങൾ ആശങ്കയോടെയാണ് കഴിയുന്നത്. കാലവർഷം വന്നെത്തിയതോടെ കാസർഗോട്ടെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും വലിയ പ്രതിസന്ധിയിലൂടെയും കഷ്ടപ്പാടിലൂടെയുമാണ് കടന്നു പോകുന്നത്. അവരോട് തന്നെ ചോദിക്കാം അവരുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ നിലവിൽ ഈ കടൽ ഭിത്തി അടക്കം തകരുന്നൊരു സാഹചര്യം, വരുമാന മാർഗം മുടങ്ങിയിരിക്കുന്ന സാഹചര്യം, എന്തൊക്കെയാണ് നിങ്ങൾ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ? ഈ അജാനൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴിൽ വരുന്ന 1500ഓളം കുടുംബങ്ങൾ ചിത്താരി മുതൽ നീലേശ്വരം വരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കുറേയധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്താണ്. ഈ ഭാഗത്തുള്ള കടൽ ഭിത്തിയാണ് ഇപ്പോൾ നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന കടൽ ഭിത്തിയുടെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കാലവർഷം തുടങ്ങുകയാണ്. ഈ തുടങ്ങി ഒരു മാസം കൂടി കഴിയുന്ന സമയത്ത് പരമാവധി ചില സമയത്ത് ഈ റോഡുകൾ ഉണ്ടാവാൻ വഴിയില്ല. ഇവിടെ പല വീടുകളും നശിച്ചേക്കാം. എല്ലാം ദുരന്ത മുഖത്ത് താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഈ പ്രദേശത്തുകാർക്കുള്ളത്. പിന്നെ കടലിൽ പോയി ജോലി ചെയ്യാനുള്ള പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം ഇവിടെ ഒരു ഫിഷിംഗ് ഹാർബർ വളരെ കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഗവൺമെൻറ് കഴിഞ്ഞെന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് സമർപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറം എൻ്റെ അപ്രൂവൽ ഇതുവരെ ലഭിച്ചതായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ഈ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദുരന്തം ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെ സമാശ്വസിപ്പിക്കാൻ വരുന്ന ആ വിഭാഗത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദുരന്തം വരുന്നതിന് മുമ്പ് ഞങ്ങളോട് സഹകരിക്കുക, ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാലവർഷം ആഗതമായിരിക്കുകയാണ്. അടിയന്തരമായി ജനപ്രതിനിധികൾ ഇവിടെ ഈ സ്ഥലത്ത് ചെയ്തു തരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിയന്തരമായി ചെയ്യേണ്ടത് തന്നെയാണ് ഈ തകർന്നു കിടക്കുന്ന കടൽ ഭിത്തി സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അത് കടൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. കടൽ കയറുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഉള്ള റോഡോ അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചെറിയൊരു മണൽത്തിട്ട, ഈ മണൽത്തിട്ട തകരുന്നതിന് മുമ്പേ ഇത് സംരക്ഷിച്ചില്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തമാണ് ഈ പ്രദേശത്ത് കാത്തിരിക്കുന്നത് എന്നുള്ള 100% ഉറപ്പാണ്. ഈ നികുതി എടുക്കുന്നത് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക്? ഇന്ന് കാണുന്ന ഈ റോഡിൽ നിന്ന് തന്നെ ഏകദേശം 100 മീറ്ററോളം അകലത്തിലായിരുന്നു മുൻപേ ഇതുണ്ടായിരുന്നത്, തീരം ഉണ്ടായിരുന്നത്. ഇന്ന് കടൽക്ഷോഭം വന്ന് നമ്മളെ തീരം പൂർണ്ണമായിട്ടും നശിച്ചു പോയി. തീരം നശിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഇന്നത്തെ സെൻസസ് പ്രകാരം അല്ലെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ സർവേ പ്രകാരം ഇത് ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ ഏരിയയിലേക്ക് വിടുകയാണ്. അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത് ഞങ്ങളല്ല അതിന് കുറ്റക്കാര്, ഈ പ്രകൃതിയാണ്. പ്രകൃതി കടൽ കര കൊണ്ടുപോയത് ഈ സമൂഹം എന്ത് പഴച്ചു. അപ്പോൾ സമൂഹത്തിന് അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കേണ്ടത്, അതിനുള്ള സാമാന്യ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ചെയ്തു കൊടുക്കേണ്ട ഇന്നത്തെ ഭരണ സംവിധാനങ്ങളാണ്. അത് ചെയ്യാണ്ടിരിക്കുന്ന ജനങ്ങളോട് അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തോട് കാണിക്കുന്ന ക്രൂരതയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജനപ്രതിനിധികളും അധികാരികളും ഈ വിഷയത്തിൽ മൗനം പാലിക്കാൻ പാടില്ല. ഒരു ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് തന്നെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യതയാണ്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.